ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ മപ്പാസ്. അതിനു വേണ്ടിയിട്ട് 2 സവാള അരിഞ്ഞത്, 4 പച്ചമുളക്, ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ എടുത്തിട്ട് എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആദ്യമേ സവാള ഇട്ട് വഴറ്റണം. അത് ഒരു പരുവത്തിൽ വഴന്ന് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് അതും വഴറ്റണം. അത് കുറച്ച് വളർന്ന് വരുമ്പോൾ ഒരു 3-4 പച്ചമുളക് അരിഞ്ഞത് കീറിയത് അതുകൂടി ഇട്ട് അതും വഴറ്റണം. അത് വഴറ്റിയിട്ട് ഒരു തക്കാളി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വഴറ്റണം. അത് നല്ലപോലെ കുറേ നേരം വഴറ്റി അതിൻ്റെ കളറ് മാറി പച്ച കളറ് മാറി ഒരു ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് കരിയാപ്പില ഇട്ടിട്ട് അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി, ഇച്ചിരി മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ഇട്ട് നല്ലതുപോലെ വഴറ്റുക. അതിലേക്ക് ഒരു 1/2 കിലോ ചിക്കനുണ്ട്. അത് വാങ്ങിച്ച് ഞാൻ കഴുകി പറക്കി എല്ലാം വെച്ചതാണ്. അതും അതിൻ്റെ അകത്തേക്ക് ഇട്ട് നല്ലപോലെ വഴറ്റി ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറുതായിട്ട് അതിലിട്ട് ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് അതിലെ തന്നെ വെള്ളമുണ്ട്, അത് ഇറങ്ങി അത് വേകും. വെന്ത് കഴിയുമ്പോൾ 2ാം പാൽ ഒഴിച്ചിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെക്കുക. ചെറു തീ വേണം അടച്ച് വയ്ക്കാൻ. അത് നല്ലതായിട്ട് കുറുകി വരുമ്പോൾ അതിനകത്തേക്ക് 1ാം പാലൂടെ ചേർത്ത് ഒന്നുകൂടെ ചൂടാകുകയാകാവൂ. അത് തിളപ്പിക്കരുത്. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കരുത്. നല്ലപോലെ ചിത്രത്തിൽ കാണുന്ന പോലെ കുറുകി വരുമ്പോൾ കടുക് നല്ലപോലെ താളിച്ച് ഒഴിക്കുക. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തി കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. സ്വാദിഷ്ടമായ ചിക്കൻ മപ്പാസ് റെഡി. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.